പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് എംഎൽഎക്ക് ആശ്വാസം എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ 10 ദിവസം നമ്മുടെ അന്വേഷണ സംഘം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷ ഒരുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 10 ദിവസം മുന്നിലുണ്ടായിരുന്നു, പക്ഷേ അറസ്റ്റ് ഉണ്ടായില്ല. ഒടുവിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ഇനി സുരക്ഷിതമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് പുറത്തിറങ്ങാം എന്നുള്ളതാണ്. 2 ബലാത്സംഗ പരാതികളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഉയർന്നത്. എന്തായാലും ആദ്യ പരാതിയിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ആശ്വാസം വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത. ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി 10 ദിവസം മുന്നിലുണ്ടായിരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു, പക്ഷേ പിന്നീട് ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ എഫ്ഐആർ ഇടുന്നു. രേഷ്മയുണ്ട്. രേഷ്മ, വളരെ നിർണായകമായ വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. 10 ദിവസം മുന്നിലുണ്ടായിട്ടും നമ്മുടെ അന്വേഷണ സംഘം യാതൊന്നും ചെയ്തില്ല. ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഈ നിമിഷം പോലും ഇരുട്ടിൽ തപ്പുകയായിരുന്നു. എന്തായാലും ഈ 10 മണിക്കൂർ കഴിഞ്ഞ ഘട്ടത്തിൽ 10:15 ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അറസ്റ്റ് ഇല്ല. പറയൂ രേഷ്മ. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തടയണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിഭാഗം ഉന്നയിച്ചത്. അത് ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ രാഹുലിന് ആശ്വാസം നൽകിക്കൊണ്ടുള്ളത് തന്നെയാണ് ഹൈക്കോടതിയുടെ നടപടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആദ്യഘട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ അറസ്റ്റ് തടയണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചു. പക്ഷേ രേഷ്മ, ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞു എന്നുള്ളതാണോ? അതായത് 15-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് എടുക്കുന്നുണ്ട്, അതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണോ? അതെ, താൽക്കാലികമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. അതായത് വിശദമായിട്ട് തന്നെ ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നുണ്ട്. അതുവരെ ഒരു താൽക്കാലിക ആശ്വാസ നടപടി എന്നുള്ള രീതിയിലാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഹൈക്കോടതി കേസിന്റെ മറ്റ് വിശദാംശങ്ങളും മെറിറ്റ്സിലേക്കും ഒക്കെ തന്നെ കടക്കാറുള്ളത് വിശദമായിട്ടുള്ള വാദത്തിനിടയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് അറസ്റ്റ് തടയണമെന്നുള്ള ഒരു ആവശ്യം പ്രതിഭാഗം ഉന്നയിച്ച ഒരു ഘട്ടത്തിൽ തന്നെ താൽക്കാലികമായിട്ട് അത്തരമൊരു ഇടക്കാല ഉത്തരവിലേക്ക് കടക്കുകയായിരുന്നു. ഒപ്പം തന്നെ വിശദമായിട്ട് തന്നെ ഈ ഹർജി, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാമെന്നുള്ള നിലപാടിലേക്ക് ഹൈക്കോടതി എത്തി. അതായത് ഈ മുൻകൂർ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് പ്രോസിക്യൂഷന്റെ അടക്കം മറുപടി ആവശ്യപ്പെട്ട ശേഷം മാത്രമേ അതിൽ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കടക്കൂ എന്നുള്ളതാണ് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ആദ്യഘട്ട ആശ്വാസം എന്നുള്ള രീതിയിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഈ രാഹുലിനെ സംബന്ധിച്ച് ഏറെ സുപ്രധാനമാണ്. കാരണം കഴിഞ്ഞ 10 ദിവസത്തിലേറെയായിട്ട് ഒളിവിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി, ഒപ്പം തന്നെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ വന്നു. ആ സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ആശ്വാസ നടപടി കിട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ്. എന്തായാലും ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലെ മറ്റ് വാദഗതികളിലേക്കൊന്നും തന്നെ ഹൈക്കോടതി കടന്നിട്ടില്ല. അത് പക്ഷേ അടുത്ത ആഴ്ച ഈ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിൽ അത് പരിശോധിക്കാമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് കെ ബാബു നിലപാട് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു താൽക്കാലിക ഇടക്കാല ഉത്തരവിലേക്ക് ഹൈക്കോടതി കടന്നു. 15-ാം തീയതി, അതായത് ഇനി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന്റെ അന്ന് വരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. അതുവരെ ഈ പറയുന്ന പോലീസ് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യില്ല രാഹുലിനെ. എന്തായാലും ഹൈക്കോടതിയിൽ എത്തിയ സമയത്ത് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച വാദങ്ങൾ എന്ന് പറയുന്നത് താൻ നിരപരാധി തന്നെയാണ്. മാത്രവുമല്ല, നേരത്തെ ഈ സെഷൻസ് കോടതിയിൽ താൻ ചില തെളിവുകൾ സമർപ്പിച്ചിരുന്നത് പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പരാതിക്കാരിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗർഭഛിദ്രത്തിന് തയ്യാറായത്. ഇതടക്കമുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ, അതായത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം താൻ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചതാണ്. പക്ഷേ അവയൊന്നും തന്നെ പരിഗണിക്കാനോ പരിശോധിക്കാനായിട്ടോ സെഷൻസ് കോടതി തയ്യാറായില്ല.
തന്റെ വാദഗതികൾക്ക് ഒരു പ്രാധാന്യവും നൽകാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു സെഷൻസ് കോടതി തന്റെ മുൻകൂർ ജാമ്യ ആവശ്യം തള്ളിയത്. പക്ഷേ ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റൊരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് തനിക്ക് തന്റെ വാദഗതികൾ സാധൂകരിക്കാനോ അല്ലെങ്കിൽ തന്റെ തെളിവുകൾ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കാനോ സാധിക്കാത്ത പക്ഷം കീഴടങ്ങുവാനായിട്ട് നിർദ്ദേശിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതുകൂടി താൻ അംഗീകരിക്കുമെന്നുള്ള ഒരു നിലയിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലേക്ക് വരികയും ആദ്യഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷന് മുന്നേ തന്നെ പ്രതിഭാഗം അറസ്റ്റ് തടയണമെന്ന് രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും പോലീസിന് നിലവിലില്ല. പക്ഷേ ഈ കേസിന്റെ മെറിറ്റിലേക്ക് സ്വാഭാവികമായിട്ടും ഹൈക്കോടതി കടക്കില്ല. മറിച്ച് ഈ മുൻകൂർ ജാമ്യം നൽകേണ്ടതുണ്ടോ അതോ ഇത് മുൻകൂർ ജാമ്യം നൽകിയാൽ കേസിനെ അത് എത്രത്തോളം സ്വാധീനിക്കും, ഇതടക്കമുള്ള ഘടകങ്ങളാണ് സാധാരണ രീതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പരിഗണിക്കുക. എന്തായാലും ഇന്ന് ഈ ഹർജി അതായത് മുൻകൂർ ജാമ്യാപേക്ഷ 32ാമത്തെ ഐറ്റമായിട്ടായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് അറസ്റ്റ് തടയണം, തങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് അനിവാര്യമാണ്, ഈ ഒരു വിഷയത്തിന്റെ അടിയന്തര സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവിലേക്ക് ഹൈക്കോടതി കടക്കണമെന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അടുത്ത ആഴ്ചത്തേക്ക് ഈ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റുകയും ചെയ്തു. അതുവരെയാണ് അറസ്റ്റിനുള്ള താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അതായത് സർക്കാരിന്റെ റിപ്പോർട്ട് കൂടി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 15-ാം തീയതിക്ക് മുൻപ് സർക്കാർ അതായത് പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എല്ലാ തെളിവുകളും റിപ്പോർട്ടായിട്ട് ഹൈക്കോടതി സമർപ്പിക്കും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനത്തിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് പ്രോസിക്യൂഷന്റെ വാദഗതികൾ അതായത് സർക്കാർ ലീഡറുടെ വാദഗതികളും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദങ്ങളും ഹൈക്കോടതി കേൾക്കും. ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള ഒരു പരിശോധനയും വിലയിരുത്തലും നടത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിച്ചേരുക. എന്തായാലും ഒരു പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് നിലവിൽ താൽക്കാലികമായിട്ട് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ റിപ്പോർട്ട് തേടിക്കൊണ്ടുമുള്ള ഒരു ഇടപെടലിലേക്ക് ഹൈക്കോടതി കടന്നത്. ഈ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 10 ദിവസത്തിലേറെയായിട്ട് ഒളിവിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തുടർന്ന് മേൽക്കോടതിയെ സമീപിച്ചു. മേൽക്കോടതി സമീപിച്ചത് സാധാരണ രീതിയിൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ വരുന്ന മുൻകൂർ ജാമ്യ ഹർജികളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് സെഷൻസ് കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്. അവിടെ പക്ഷേ പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഒരു വിശദ വാദത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ബലാത്സംഗ കേസിലാണ് അതായത് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും 3 തവണ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്ത് ശിക്ഷ അടങ്ങിയിട്ടുള്ള ബലാത്സംഗ കേസിലാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. പക്ഷേ രണ്ടാമത്തെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ മുൻകൂർ ജാമ്യ ഹർജി നിലവിൽ എവിടെയും സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിട്ടുമില്ല. എന്തായാലും നിലവിൽ ഈ അറസ്റ്റിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് താൽക്കാലികമായിട്ടാണ്. 18-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ്. കെ ബാബുവിന്റെ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. എന്തായാലും ഈ വാദഗതികളിലേക്കൊന്നും ഹൈക്കോടതി കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. വാദങ്ങളിലേക്ക് കടക്കുന്നുണ്ട് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. രശ്മ, എന്തായാലും ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യ പരാതിയിലാണ് ഇത്തരത്തിലൊരു താൽക്കാലിക ആശ്വാസം എന്ന് രാഹുലിന് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. അറസ്റ്റിന് രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് വിലക്കില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ഉറപ്പാണ് എന്നുള്ളതാണ്. എന്തായാലും SIT 10 ദിവസം കിട്ടിയിട്ടും യാതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായി എടുത്ത് പറയേണ്ട വസ്തുത.